ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് മസിൽസ് ആൻഡ് എക്സസൈസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. മസിൽസ് ആൻഡ് എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേശികളും വ്യായാമവും എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 103 ആണ് ഈ ഭാഗം ഉൾപ്പെട്ടിരിക്കുന്നത്. വി ക്യാൻ എൻഷുവർ ദ ആക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് മസിൽ സെൽസ് ത്രൂ മൂവ്മെൻറ്റ്സ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചലനത്തിലൂടെ നമ്മളുടെ പേശികോശങ്ങളുടെ സജീവത ഉറപ്പാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വി ക്യാൻ എൻഷുവർ, നമുക്ക് ഉറപ്പാക്കാം. ദ ആക്റ്റീവ് ഫങ്ഷൻ, അതായത് ഊർജ്ജസ്വലമായ ഫങ്ഷനുകൾ എന്തിൻ്റെയാണ്? പേശികോശങ്ങളുടെ ചലനങ്ങൾ ഉറപ്പാക്കാം. ത്രൂ മൂവ്മെൻറ്റ്സ്, എന്താണ്? ചലനത്തിലൂടെയാണ് നമ്മളുടെ പേശികോശങ്ങളുടെ ഏറ്റവും ഉറപ്പായിട്ടുള്ള ആ ചലനത്തെ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നത്. എക്സസൈസ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സസൈസ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ മസിലുകളെ ഉറപ്പിക്കുകയും അവയുടെ പ്രവർത്തനക്ഷമതയെ അല്ലെങ്കിൽ കാര്യക്ഷമതയെ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വ്യായാമം എന്ത് ചെയ്യുന്നു? മസിലുകളെയും പേശികളെയും ബോണുകളെയും എല്ലാം എന്ത് ചെയ്യുന്നു? ദൃഢമാക്കുന്നു, അവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ വാട്ട് ഓൾ വേയ്സ് ഈസ് എക്സസൈസ് ബെനഫിഷ്യൽ ഫോർ ദ ബോഡി. ഏതെല്ലാം രീതിയിലാണ് എക്സസൈസ് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് വ്യായാമം ഉപകാരപ്രദമായിരിക്കുന്നത്? എക്സാമിൻ ദ ആക്ടിവിറ്റി ബുക്ക് ഓഫ് യുവർ ഹെൽത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബുക്ക് നോക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളൊന്ന് നോക്കുക. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, ടേബിൾ 4.5. ഓക്കെ, പേജ് നമ്പർ 103 ടേബിൾ 4.5 എന്താണ്? ദ ബെനഫിറ്റ്സ് ഓഫ് എക്സസൈസ്, അതായത് എക്സസൈസിൻ്റെ ബെനഫിറ്റുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാഠഭാഗം. ഓക്കെ, ഇവിടെ ചില ശരീരഭാഗങ്ങളെയാണ് തന്നിരിക്കുന്നത്. അതായത് ഏതെല്ലാമാണ്? ലെൻസ്, ഹാൻഡ്സ്, ലെഗ്, മസിൽസ്, ബോൺസ്, ഹാർട്ട്, ബ്ലഡ് വെസൽ. ഓക്കെ, ഇവ ഓരോന്നിനും എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഉപകാരത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ലെൻസ് എന്നുള്ള ഭാഗമാണ്. ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശ്വാസകോശങ്ങൾ. അപ്പം ശ്വാസകോശത്തിന് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ്, ഗ്യാസസ് എക്സ്ചേഞ്ച് ബിക്കം എഫിഷ്യൻറ്റ്. അപ്പോൾ ശ്വാസകോശം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. അതുപോലെ തന്നെ വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതെന്ന് കൃത്യത കിട്ടുന്നില്ലെങ്കിൽ ഞാനൊന്നുകൂടെ പറയാം. അതായത് നമ്മളുടെ ശരീരത്തിനകത്തേക്ക് കൂടുതലായിട്ട് ശ്വാസം എടുക്കുവാനും പുറന്തള്ളുവാനുമുള്ള കപ്പാസിറ്റി നമ്മുടെ ലെൻസിന് കൂടും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്നും ശരീരത്തിനകത്തേക്ക് ഓക്സിജൻ കൂടുതലായിട്ട് എടുക്കുവാനും അതുപോലെ തന്നെ വേസ്റ്റായിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ പുറന്തള്ളാനായിട്ടും കൂടുതൽ നന്നായി സഹായിക്കുന്നു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹാൻഡ്സ് ആൻഡ് ലെഗ്, അതായത് കൈകൾക്കും കാലുകൾക്കും എങ്ങനെയാണ് എക്സസൈസ് സഹായിക്കുന്നത്? ഹാൻഡ് ആൻഡ് ലെഗ്സ് എക്സസൈസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ബാലൻസും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് കൂടുതൽ നന്നായിരിക്കുന്നു. റെഡ്യൂസസ് ഇഞ്ചുറി ആൻഡ് ഇംപ്രൂവ് ഓവറോൾ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു? നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ബോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ടാകുന്ന ചതവുകളെയോ മുറിവുകളെയോ ഒക്കെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഒരു ചെറുതായിട്ടൊന്ന് വീഴുമ്പോഴത്തേക്കും അസ്ഥി പൊട്ടാതെയൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ഇംപ്രൂവ് ഓവറോൾ സ്ട്രെങ്ത്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ നന്നാക്കി എടുക്കുന്നു. ഇനി എന്താണ് നമ്മൾ പോകുന്നത്? പേശികൾ എന്ന ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ പേശികൾ അല്ലെങ്കിൽ എന്ത് പറയുന്നു? മസിൽ എക്സസൈസ് ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ജോയിൻസ് ഫ്രം ഇഞ്ചുറി. അതായത് മസിലിന് കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ജോയിൻറ്റുകൾക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാകുന്നതിൽ നിന്നും അവയെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. മെയിൻറ്റെയിനിങ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെയും ബാലൻസിനെയും അത് നിൽക്കുന്നു. വിച്ച് ക്യാൻ ഹെൽപ്പ് യു ടു റിമെയിൻ ഇൻഡിപെൻഡൻറ്റ് ആസ്
യു ഏജ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നടക്കുവാനായിട്ടും ഇറ്റ് ക്യാൻ ഹെൽപ്പ് അസ്, നമ്മളെ ഇത് സഹായിക്കുന്നതിന് പ്രായമാകും തോറും കൂടുതൽ ആയിട്ട് സ്വയം കാര്യങ്ങൾ ചെയ്യുവാനും നടക്കുവാനും ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ മസിലിന് ആവശ്യമായ എക്സസൈസുകൾ വേണം. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ബോണിന് വേണ്ടുന്ന അല്ലെങ്കിൽ അസ്ഥികൾക്ക് വേണ്ടുന്ന എക്സസൈസ്. വെൻ വി എക്സസൈസ് റെഗുലർലി എന്താണ് പറ്റുന്നത്, അവർ ബോൺസ് അഡാപ്റ്റ് ബൈ ബിൽഡിംഗ് മോർ ബോൺ ആൻഡ് ബിക്കമിങ് ഡെൻസർ ആൻഡ് ഗീവ്സ് ഗുഡ് ഹെൽത്ത്. നമ്മൾ തുടർച്ചയായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോണുകൾ എന്ത് പറ്റുന്നു, കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, അവ കൂടുതലായിട്ട് ശക്തിയുള്ളതാക്കി തീരുന്നു. അങ്ങനെ നമുക്ക് എന്ത് സാധ്യമാകുന്നു, നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നതിനായിട്ട് സാധിക്കുന്നു. ഇനി ഹാർട്ടിൻ്റെ എക്സസൈസാണ്. ഈ എക്സസൈസ് ലോവേഴ്സ് ദ ബ്ലഡ് പ്രഷർ, അതായത് പ്രഷർ, നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, ഹാർട്ടിന് കിട്ടുന്ന ഒരു ഗുണമാണ്. അതുപോലെ തന്നെ ട്രൈഗ്ലറിസും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എ ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ ദ ബ്ലഡ്, അതായത് ട്രൈഗ്ലറിസ് എന്ന് പറയുന്ന ഫാറ്റ് നമ്മളുടെ ബ്ലഡിൽ നിന്ന് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. എക്സസൈസ് ഹെൽപ്പ് ഇൻ റേസിംഗ് HDL, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് കൂട്ടുന്നു, അതായത് നല്ല പ്രോട്ടീനാണ് അത് കൂട്ടുന്നു. അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കൂട്ടുന്നു. എക്സസൈസ് റെഡ്യൂസ് റിസ്ക് ഓഫ് ഓവർ വെയ്റ്റ് ആൻഡ് ഒബ്സിറ്റി, അതായത് ഓവർ വെയ്റ്റ്, അതായത് നമുക്ക് സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് എന്താണ് ഓവർ വെയ്റ്റ് ഉണ്ടാകുന്നത്, അത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഹെവിനെസ് അല്ലെങ്കിൽ നമ്മളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ ഒത്തിരി ഇതായിട്ടിരിക്കുന്ന ആ ഒരു ഒബ്സിറ്റിക്ക് കുറവ് വരുത്തുന്നു. പിന്നെ എക്സസൈസ് ബ്ലഡ് വെസലിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബ്ലഡ് വെസൽ എക്സസൈസ് ഹെൽപ്സ് ടു ഡെലിവർ മോർ ഓക്സിജനേറ്റഡ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി, അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഓക്സിജൻ കണ്ടൻറ്റ് കൂടുതലുള്ള ബ്ലഡ് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെയ്യുന്നു. ഇറ്റ് കീപ്സ് ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഹെൽത്തി, അത് നമ്മളുടെ ടിഷ്യൂക്കളെയും കലകളെയും അവയവങ്ങളെയും കൂടുതൽ ആരോഗ്യമുള്ളതാക്കി തീർക്കുന്നു. എക്സസൈസ് ഇംപ്രൂവ് മെറ്റാബോളിസം, എക്സസൈസ് എന്ത് ചെയ്യുന്നു, മെറ്റാബോളിസത്തെ, ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് ഗ്ലൂക്കോസ്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കാൻ കഴിക്കുന്നു. ബേൺസ് ഫാറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓർ റെഡ്യൂസ് ബോഡി വെയ്റ്റ്, ഇതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ ബേൺ ചെയ്ത് നമ്മളുടെ ബോഡി വെയ്റ്റിനെ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടേബിൾ 4.5 മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്, ബെനിഫിറ്റ് ഓഫ് എക്സസൈസ് കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ടിപ്പുറയുള്ള ഒരു ഭാഗമുണ്ട്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞേച്ച് ഒരു ഭാഗമുണ്ട് നമ്മളുടെ ആ 103-ാമത്തെ പേജിൽ തന്നെ. അപ്പോൾ നമ്മൾ വൈറ്റൽ കപ്പാസിറ്റിയാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എക്സൈൽഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ ഡീപ്പ് ഇൻഹിലേഷൻ ഈസ് കോൾഡ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ എന്താണ് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അതായത് ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നമ്മൾ നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വായുവിൻ്റെ ആകെ അളവിനെയാണ് എന്ത് എന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ വോളിയം ഓഫ് എയർ എക്സൈൽഡ് ഫോഴ്സ്ഫുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൊത്തം മുഴുവനായിട്ടുള്ള വായുവിനെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഏറ്റവും ശക്തമായിട്ട് നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് എടുത്തതിന് ശേഷം ആഫ്റ്റർ ഡീപ്പ് ഇൻഹിലേഷൻ ഈ എന്താണ് ചെയ്യുന്നത്, എക്സൈൽഡ്, അതിനുശേഷം നമ്മൾ അതിനെ മുഴുവനായും പുറത്തേക്ക് തള്ളുമ്പോൾ എത്രമാത്രം എയർ നമ്മളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ടോ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഗാഢമായിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുത്തതിന് ശേഷം നമ്മൾ നിശ്വസിക്കുമ്പോൾ, അതായത് പുറത്തേക്ക് വായു തള്ളുമ്പോൾ ആ പോകുന്ന ആകെയുള്ള വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത്. അതായത് ആ പുറത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ആ എയർ ഉണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യന് പരമാവധി ഉള്ളിലേക്ക് എടുക്കാവുന്ന, അല്ലെങ്കിൽ അവന് ശ്വാസോച്ഛ്വാസം ശ്വാസത്തെ ശ്വസിക്കുവാനായിട്ട് സാധിക്കുന്ന വായുവിൻ്റെ പരമാവധി അളവ്. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ടേക്ക് ഇൻസൈഡിനെയും നമുക്ക് എന്തെന്ന് പറയാം, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുവാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് വൈറ്റൽ കപ്പാസിറ്റിയിൽ അടുത്ത കാര്യം എന്താണെന്നൊന്ന് നോക്കിക്കേ, നമുക്ക് കാണുവാനായി പേഴ്സൺസ് ക്യാൻ ബ്രീത്ത്. ദിസ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് പേഴ്സൺസ് റെസ്പിറേറ്ററി ഹെൽത്ത്. അപ്പോൾ എന്താണ്, ഇതാണ് ഏത് ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഇതാണ് എന്താണ്, ഒരു വ്യക്തിയുടെ ശ്വസനത്തിൻ്റെ ആരോഗ്യകരമായ ശ്വസനത്തിൻ്റെ അളവ് കൂടിയാണ് എന്ത്, ഈ പറയുന്ന വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഗാഢമായിട്ട് നമ്മൾ ശ്വസിച്ചിട്ട് ആഫ്റ്റർ ടേക്കിംഗ് ഡീപ്പ് ബ്രീത്ത് വെൻ വി
send out the air or breathe out that air, the total amount of air is called vital capacity, and this is the total amount of air a person can breathe. അതായത് ഇതാണ് ഒരു പേഴ്സണ് ഏറ്റവും കൂടുതലായിട്ട് ശ്വസിക്കാൻ കഴിയുന്ന വായുവിൻ്റെ അളവ്. ഇത് നമ്മളുടെ ശ്വാസത്തിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി, നമ്മൾ ഹൗ ഗുഡ് അവർ ഹെൽത്ത്, അതായത് ബ്രീത്തിങ് ഹെൽത്ത് എന്ന് കാണിച്ചു തരുന്നത് കൂടി ആണ്. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ മെൻ, അതായത് പുരുഷന്മാരിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4.5 ലിറ്റേഴ്സ് ആൻഡ് ഇൻ വുമൺ ഇറ്റ് ഈസ് 3.3 ലിറ്റേഴ്സ്. അതായത് പുരുഷന്മാരിൽ ഇത് 5 ലിറ്ററും 4.5 ലിറ്ററും സ്ത്രീകളിൽ ഇത് 3 ലിറ്ററുമാണ്. ഓക്കെ, എ ഡിക്രീസ് ഇൻ വൈറ്റൽ കപ്പാസിറ്റി മേ ബി ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ പൾമിനറി ഡിസീസ്. അതായത് നമ്മൾക്ക് എന്താ പറയുന്നത്, ഈ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രൂപങ്ങളുടെ ഒരു സൂചന കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് എന്താണ്? ശ്വാസകോശ രോഗങ്ങളുടെ ഒരു ആരംഭത്തെ കാണിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.